അപ്പോൾ ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു ഗെയിമിംഗ് വില്ലൻ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിം എന്താ വെച്ചാൽ മെറ്റലാണ് ഗേസ്. ഓക്കെ, അപ്പോൾ മെറ്റലിൻ്റെ ഫസ്റ്റത്തെ ലെവലാണ്, ആലിയൻ എന്നുള്ള ലെവലാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ആഡൊക്കെ വന്നിട്ടുണ്ട്, സ്കൂൾ ടൂർണമെൻ്റ് ആഡ്. അപ്പോൾ സ്കൂൾ ടൂർണമെൻറ്റ് നമുക്ക് കളിക്കാം. ഓക്കെ, കളി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ലോക്ക് പിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ലോക്ക് പിക്ക് വെച്ച് വാതിൽ കൂട് തുറന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ ഗൈസ്, ഹാമർ കിട്ടി. അപ്പോൾ നമുക്കിവിടെ പൊളിച്ചിട്ട് ആ ഒരു കീ എടുക്കാം. ഓക്കെ, മെറ്റൽ ഞാൻ ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ ഒരു വീഡിയോ ആണ് കണ്ടത് ഗൈസ്, പിന്നെ വേറൊന്നും കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഹാമർ വെച്ചിട്ട് ഇവിടെ പൊട്ടിച്ചിട്ട് ആ കീ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആ സൗണ്ട് കേട്ട് എന്തായാലും പുള്ളിക്കാരിപ്പോൾ വരും ഗൈസ്. ആളൊരു സൈക്കോയാണ്, നമ്മളവിടെ പിടിച്ച് കൊണ്ടുവന്നിട്ട് ഈ റൂമിൻ്റെ അകത്ത് അടച്ചിട്ട് ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഒച്ചയൊക്കെ കേട്ടാൽ പുള്ളിക്കാരൻ വരും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എലിവേറ്ററിലാണ് എസ്കേപ്പ് ചെയ്യേണ്ടി. അപ്പം കീ കിട്ടി, കീ വെച്ച് പെട്ടി തുറക്കാം. ഇയാളുടെ ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഒരു കാര്യം ചെയ്തു വെച്ചാൽ അത് പഴയ പോലെ തന്നെ ആക്കി വെക്കണം. ഇയാൾ വന്ന് കണ്ടാൽ ഇയാൾ ഷോക്ക് അടിച്ചുകൂടാന്ന് വെച്ചാൽ ഒരൊറ്റ മറ്റ് ഗ്രാനി അങ്ങനത്തുള്ള ഗെയിം പോലെ കുറേ ലൈഫൊന്നും ഇതില്ല, ഒരൊറ്റ ലൈഫേ ഉണ്ടാവുള്ളൂ. ഒരു പ്രാവശ്യം അയാളെ ഷോക്ക് അടിപ്പിച്ചു വിടും, രണ്ടാമത്തെ പ്രാവശ്യം അയാൾ വന്ന് കൊല്ലും. ഓക്കെ, അയാൾ ഇമാജിനേഷൻ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ പിന്നെയും കൂടുന്നിറങ്ങി. അങ്ങനെ കീ എടുത്തിട്ട് പെട്ടി തുറന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും മെറ്റൽ സോയും ടേപ്പും കിട്ടി. അപ്പോൾ ടേപ്പ് ഇവിടെ വെച്ചിട്ട് നമുക്കിനി ആ കോഡും കൂടി കിട്ടിയാൽ ഇലക്ട്രിക് പാനൽ ലോക്ക് ഉള്ള പാസ്വേഡ് കിട്ടണം. അതും കൂടി ആക്കിയാൽ മതി, ഡോറ് തുറക്കാം. പിന്നെ എലവേറ്ററൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ, അവിടെ നോക്കുമ്പോൾ ഒരു 9 ഉണ്ട്. ഓക്കെ, അപ്പം 9723 ആണെന്ന് തോന്നുന്നു പാസ്വേഡ്. ഓക്കെ ഗൈസ്, നമ്മളൊരു ഹാക്കറാണ് ഗൈസ്. നമ്മൾ ഇതിൻ്റെ ഡോറ് ഹാക്ക് ചെയ്തു ഗൈസ്. ഓക്കെ, അങ്ങനെ ഇവിടെയൊക്കെ തുറന്ന് നോക്കുകയാണ്. ഓക്കെ, ലിവർ കിട്ടി. ലിവർ വെച്ച് മറ്റേ വ്രഞ്ച് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് തിരിച്ച് നമുക്ക് വ്രഞ്ച് കിട്ടും ഗൈസ്. ഓക്കെ, ഞാൻ വ്രഞ്ച് എടുത്തിട്ട് ഞാനിവിടെ വന്നപ്പോൾ അങ്ങനെ ഈ ഒരു ഇതിൻ്റെ ഇവിടെ നമുക്ക് വ്രഞ്ച് എടുത്തിട്ട് ഈ ഒരു ആണി ഊരി എടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആണി ഊരിയിട്ടുണ്ട്. അങ്ങനെ സീലിങ്ങിലൊരു ബൾബ് വെക്കുന്ന ഒരു ഒരു സ്ഥലമുണ്ട്. ഇത് തുറന്നാൽ ഓക്കെ, കട്ടിങ് പ്ലെയേഴ്സ് ആണെന്ന് തോന്നുന്നു, ബോൾട്ട് കട്ടർ. ഓക്കെ, ബോൾട്ട് കട്ടർ കിട്ടി. ഓക്കെ, ആൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ കൂട്ടിയിട്ട് കൂട്ടിൽ തന്നെ പോയിരിക്കാം. ഓക്കെ, സ്വിച്ച് ഒക്കെ ഓഫ് ആക്കണം ഗൈസ്, മറക്കാൻ പാടില്ല. സ്വിച്ച് ഓഫ് ആക്കാൻ മറന്നു കഴിഞ്ഞാൽ ആൾ പൊക്കും. ഓക്കെ, നമ്മൾ എന്തായാലും കൂട്ടിയിൽ തന്നെ കയറി ഇരുന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഓക്കെ, ആളിപ്പോൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ മച്ചാൻ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ അയാൾ വന്നു. ഇപ്പോൾ ഇമാജിനേഷൻ എന്ന് പറഞ്ഞ് പോകാനാണ് ചാൻസ്, കാരണം ഞാനെല്ലാം തോന്നുന്നു എന്തെങ്കിലും. ഓക്കെ, ഗോഡ് ഡാം ഇമാജിനേഷൻ എന്ന് പറഞ്ഞ ആൾ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗോഡ് ഡാം ഇമാജിനേഷൻ പറഞ്ഞു പോയി. അങ്ങനെ ഇനി നമുക്കിത് ഡോറൊന്നും കൂടി തുറന്നു വിടണം ഗൈസ്. ഓക്കെ, ഡോർ ഓപ്പൺ കൊടുത്തു. അയാളാണ് എന്തായാലും ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഓക്കെ, ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, പിക്ക് പാർട്ട് എ കിട്ടി. നമ്മളെ ഗെയിമിൽ കിട്ടാത്ത മെയിൻ ഒരു സാധനം ഇതാണ്, പിക്ക് പാർട്ട് എ. ഇതിന് അങ്ങനെ പിക്ക് പാർട്ട് എ കിട്ടാൻ നല്ല ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് തന്നെ പിക്കാക്സ് ഉണ്ടാക്കണം. പക്ഷേ ഇതിലതിന് പിക്കാക്സ് നല്ല പേര്. ഓക്കെ, ഇവിടെ ഒരു വള്ളി കിടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആ വള്ളി എന്തായാലും പിടിച്ച് താഴ്ക്കിട്ടിട്ടുണ്ട്. എന്തോ ഒരു പേപ്പറൊക്കെ ഇരിക്കണ്ട, അതിൽ ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം. ഇപ്പം എന്തായാലും ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, മെറ്റൽ ഷോ. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റേപ്പിൾ അടിച്ച് വെച്ചതാണ് ഗൈസ്. ഇത് സ്റ്റേപ്പിൾ അടിച്ച് വെച്ചാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എക്സ്പ്ലോർ ചെയ്യുകയാണ് ഗൈസ്. എക്സ്പ്ലോറിങ് ആണ്, എല്ലാം ഒന്ന് നോക്കി വെക്കുന്നത് എന്നും നല്ലതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ് സാധാരണ, പക്ഷെ ഇപ്പം എന്താ അറിയില്ല, അവിടെ ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, നമ്മൾ ഇവിടുത്തെ വെള്ളം ഊരി വിടാൻ പോവാണ്. അപ്പം എന്താ കിട്ടുക? സ്ക്രൂ ഡ്രൈവർ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ബാത്റൂമിൻ്റെ മറ്റേ ഫ്ലഷിൻ്റെ അവിടെയുള്ള ഈ 2 സ്ക്രൂ ഊരി വിടാം. ഓക്കെ, നെയിൽ പുള്ളർ.
നെയിൽ പുളർ കിട്ടി. അപ്പം നെയിൽ പുളർ വെച്ച് നമുക്ക് ആ വടി എടുക്കാൻ പറ്റും. വടി ഓക്കെ, വടി കിട്ടി. കലണ്ടർ അതുപോലെ തന്നെ വെക്കണം കഴിച്ചില്ലെങ്കിൽ പുള്ളിക്കാരൻ വന്ന് ചാമ്പി വിടും. അതുകൊണ്ട് ഞാൻ കലണ്ടർ അവിടെ തന്നെ വെച്ചു. അങ്ങനെ പിക്കാക്സ് എടുത്തിട്ടുണ്ട്. ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട് കഴിച്ച്. ഓക്കെ, നമ്മളെന്തായാലും പിക്കാക്സ് വെച്ചിട്ട് ഇവിടെ നല്ല വിളിച്ചു ഗുഡ് ഡാമേജ് സൗണ്ടായിട്ട് പുള്ളിക്കാരൻ വരുന്നുണ്ട്. നമുക്കെന്തായാലും വാതിൽ അടച്ചിട്ട് സ്വിച്ച് ഓഫ് ആക്കി വെക്കാം. ഓക്കെ, അപ്പം നമ്മളെന്തായാലും വാതിലൊക്കെ അടച്ചിട്ടുണ്ട്. അങ്ങനെ കൂട്ടിൽ കയറി ഇരിക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മളെന്തായാലും കൂട്ടിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മച്ചാനിപ്പോൾ വരും ഗൈസ്. വെയിറ്റ് ചെയ്യും. ബാക്ക്ഗ്രൗണ്ട് എന്ത് സൗണ്ട് പ്രശ്നമുണ്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, പുള്ളി വന്നു. പ്രശ്നം എന്തോ പെട്ടിയായിട്ടാണ് വന്നത്. അങ്ങനെ ആ പെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല പൊയ്ക്കോ ഇവിടെ നിൽക്കണ്ട. പൊയ്ക്കോ ഒന്നുമില്ല. ഓക്കെ, സംതിങ്സ് റോങ് ഹിയർ ഗൈസ്. അയ്യോ, നോക്കട്ടെ. പണിപ്പാളി ഗൈസ്. പുള്ളിക്കാരൻ ആ വള്ളി നമ്മൾ ഊരിടാൻ പാടില്ലായിരുന്നു. പുള്ളിക്കാരെ പൊക്കിയിട്ടുണ്ട്. അയ്യോ, നമ്മളെ ഷോക്ക് അടിപ്പിച്ച് വിട്ടു. ഓക്കെ, പിന്നെ സ്കൂൾ പോയി റണ്ണാവേൻ്റെ ഒരു ആഡ് വന്നിട്ടുണ്ട്. ചാവൂ, ഒരു ലൈഫും കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഗൈസ് ഒരു ലൈഫും കൂടി ഉണ്ട്. ഓക്കെ, വാതിലൊക്കെ പിന്നെ പൂട്ടി വെച്ചാണ്. നമ്മളാരാമോ നമ്മളടുത്ത് ലോക്ക് പിക്ക് ഉണ്ടെന്ന് പുള്ളിക്ക് അറിയില്ലല്ലോ. ഓക്കെ, ലിവറാം ഗൈസ്. നമുക്ക് എസ്കേപ്പിന് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് വേണ്ടത് ലിവറാമാണ്. അതും കിട്ടി. ഇനി ഡോർ ബോൾട്ട് കിട്ടുന്നത് ഗൈസ്. ഡോർ ബോൾട്ട് കിട്ടിയാലേ പൂട്ടിയിടാൻ പറ്റും. അല്ലെങ്കിൽ എലിവേറ്ററിൻ്റെ സൗണ്ട് കേട്ട് ആൾ വരും, എന്നിട്ട് പൊക്കും ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും ഡോർ ബോൾട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരക്കുമ്പോഴും ഡോർ ബോൾട്ട് ആവുമല്ലോ അല്ലേ. ഓക്കെ, മുകളിലൊന്നും ഡോർ ബോൾട്ട് ഇല്ല. മുകളിലോ ഡോർ ബോൾട്ടില്ലേ. ലാസ്റ്റായിട്ട് ഡോർ ബോൾട്ട് മാത്രമേ കിട്ടാനുള്ളൂ. ഓക്കെ, ലിവറാം ഇപ്പോൾ വെക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഡോർ ബോൾട്ട് ഇതാ താഴെ കിടക്കുന്നു. ഓക്കെ, എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഞാനിവിടെ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഡോർ ബോൾട്ട് കൊണ്ട് വെച്ച് എലവേറ്ററും കൂടി മറ്റേ മെയിൻ പാനലിൻ്റെ ആ സ്വിച്ച് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് പവർ പാനൽ സ്വിച്ചില്ലേ അതും കൂടി ഓണാക്കിയിട്ട് ഡോർ ബോൾട്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ്കേപ്പ് ആവും ഗൈസ്. ഓക്കെ, എസ്കേപ്പ് ആവുന്നതിൻ്റെ ഒരു ഇതിലിങ്ങനെ കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഇതൊക്കെ ഉണ്ട്. നൈറ്റ് തണുപ്പ്, മോർണിംഗ് തണുപ്പ്, അങ്ങനെ എന്തൊക്കെയോ. ഡിസംബർ 13, 2013 തോന്നുന്നു ടൈം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിന്നൊന്നും കളക്ട് ചെയ്യാനൊന്നുമില്ല, അതിൻ്റെ അകത്തൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും എസ്കേപ്പ് ചെയ്യാം. ഡോർ ബോൾട്ട് ഇവിടെ വെക്കുന്നുണ്ട്. ശേഷം നമ്മൾ ജസ്റ്റ് മിസ്. ഓക്കെ, എലവേറ്റർ നോ പവറാണ്. ജസ്റ്റ് നമുക്ക് ഇവിടെ ഓണാക്കാം. ഓക്കെ, പവർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എലിവേറ്റർ ആണെങ്കിൽ ആള് കയറിയൊക്കെ പറയും കേസ്. അപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ആ സൗണ്ട് കേട്ട് 20 സെക്കൻഡിനുള്ളിൽ പുള്ളിക്കാരൻ വരും. പക്ഷെ അതിന് മുന്നേ നമ്മളെ എലിവേറ്റർ കിട്ടാൻ വരും. അല്ല, പുള്ളിക്കാരനാണ് ഫസ്റ്റ് വരിക. പക്ഷെ നമ്മൾ ഡോർ ബോൾട്ട് വെച്ചുകൊണ്ട് അയാൾക്ക് ആ ഡോർ ബോൾട്ട് പൊളിക്കണമെങ്കിൽ ടൈം എടുക്കും. അതിനുള്ളിൽ നമ്മൾ ഇവിടുന്ന് പോകണം കേസ്. അതാണ് ഗെയിമിൻ്റെ ഒരു ടാസ്ക്. ഈ എലിവേറ്റർ ആണെങ്കിൽ പക്ക സ്ലോ ആണ് കേസ്. സ്ലോ എന്ന് പറഞ്ഞാൽ ആമനെക്കാട്ടിൽ സ്ലോ അങ്ങനെ മെല്ലെ വരുന്നുണ്ട്. ഓക്കെ, ഫൈനലി ഇവിടെ എത്തി. നമുക്ക് ലിവറാമ് ഫസ്റ്റ് തന്നെ സ്വിച്ച് ചെയ്യുക, അല്ലേ അയാൾ കയറി വരും. ഓക്കെ, ബൈ ജോക്കർ മാമ. അങ്ങനെ ഗൈസ് നമ്മൾ ജോക്കർ മാമൻ്റെ വീട്ടിൽ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ജോക്കർ മാമ മാനത്ത് നോക്കിയിട്ടുണ്ട്. നമ്മൾ മെല്ലെ താഴോട്ട് വന്നു. ഓക്കെ, അങ്ങനെ ഇവിടുന്ന് ഞാൻ എന്തായാലും അയാൾ ഇതിൻ്റെ മുകളിൽ ചാടില്ലല്ലോ. ചാടില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ വേറെ ഇതുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പെൺകുട്ടി കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ അടുത്താണെങ്കിൽ ലോക്ക് പിക്കില്ല, ഉണ്ടായിരുന്നെങ്കിൽ അത് തുറക്കാൻ നോക്കാമായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ എസ്കേപ്പ് ആയിരിക്കുകയാണ് ഗൈസ്. ഇനി മെറ്റലിൻ്റെ അടുത്ത ലെവൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ പുതിയൊരു വീഡിയോയിലോട്ട് കാണുന്നവരെ ബൈ. ഓക്കെ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.